ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് റീറ്റെയിൻ ചെയ്ത് സ്കിൻ എങ്ങനെ സ്മൂത്തൻ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ സെഷനാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സ്കിൻ സ്മൂത്തൻ ചെയ്യുന്നതിന് പല മാർഗ്ഗങ്ങളുണ്ട്. ഒരു 90% ആൾക്കാരും യൂസ് ചെയ്യുന്നത് പോർട്രേച്ചർ എന്നൊരു പ്ലഗിനാണ്. അപ്പോൾ അത് നമ്മുടെ ഫോട്ടോയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ കംപ്ലീറ്റ് സ്മൂത്തനാവും, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പോകും, മെഴുകിയതുപോലെ ഇരിക്കും മുഖമൊക്കെ. സോ നമുക്ക് കണ്ണിൻ്റെയോ ചുണ്ടിൻ്റെയോ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടില്ല. അടുത്തതായിട്ടുള്ളത് ഫ്രീക്വൻസി സെപ്പറേഷനാണ്. അത് 100% നമുക്ക് ഡീറ്റെയിൽസ് റീറ്റെയിൻ ചെയ്തുകൊണ്ട് സ്കിൻ സ്മൂത്തൻ ചെയ്യുന്നതിനുള്ള ഒരു ടെക്നിക്കാണ്. ഞാൻ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായി ഒരു പുതിയൊരു ടെക്നിക്കാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഫോട്ടോയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ആദ്യമായി ഈ ഒരു ഫോട്ടോയുടെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കാം. അതിന് Ctrl+J, ഇവിടെ ഒരു ലെയർ വന്നു. ഒറിജിനൽ ലെയർ കീപ്പ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ലെയറിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. സൂം ചെയ്ത് നോക്കാം. അപ്പോൾ അതപ്പോൾ ഈ ഒരു ഫോട്ടോ നല്ലൊരു ഫോട്ടോയാണ്, പക്ഷേ ഈ ഒരു ഫോട്ടോയുടെ നെറ്റിയിൽ കുറച്ച് മുടി അൺവാണ്ടഡായിട്ട് വന്ന് കിടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ബ്ലാക്ക് സ്പോട്ട് ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ പുരികത്തിന് താഴെ കുറേ മുടികൾ വന്ന് ഇങ്ങനെ കിടക്കുന്നു. ചുണ്ടിന് താഴെ 2 സ്പോട്ടുണ്ട്, ഇവിടെ ഉണ്ട്. കഴുത്തിലുണ്ട്, ചെറിയ സ്പോട്ടുകളുണ്ട്. നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ സ്കിൻ സോഫ്റ്റൻ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു സ്പോട്ടും ഈ മുടികളൊക്കെ നമ്മൾ മാറ്റണം. അതിന് വേണ്ടി ആദ്യം നമുക്ക് ഇവിടെ നിന്ന് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ എടുക്കുക. അതിൻ്റെ ബ്രഷിൻ്റെ സൈസ് ചെറുതാണ്. സൈസ് കൂട്ടുന്നതിന് വേണ്ടി റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്യുക. സൈസ് കൂടുന്നു. സൈസ് കുറയ്ക്കുന്നതിന് വേണ്ടി ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അത് പോയി ഇവിടെ ക്ലിക്ക് ചെയ്തു, ഹീൽ ചെയ്തു. അത് ഇവിടെ ചെയ്തു. ഇവിടെ ചെറിയൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു സ്പോട്ട് മാറ്റി. ഇവിടുത്തെ ബ്ലാക്ക് സ്പോട്ട് ഇവിടെ ഈ സ്പോട്ടുകളൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഈ ഒരു മുടി മാറ്റാം. സെയിം ടൂൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സൈസ് ഒന്ന് കുറയ്ക്കുന്നു. ക്ലിക്ക് ചെയ്ത് ആ മുടിയിൽ കൂടി ക്ലിക്ക് ചെയ്ത് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അമർത്തി പിടിച്ച് ഡ്രാഗ് ചെയ്യുന്നു. കണ്ടോ? ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അത്ര അറിയില്ല, ഒരു ലൈന് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ Ctrl+Z പഴയ ഇതിൽ വന്നു. നമ്മൾ ഇനി അടുത്ത ടൂൾ എടുക്കുന്നു. ഇവിടുന്ന് ഹീലിംഗ് ബ്രഷ് ടൂൾ എടുക്കുന്നു. ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള അതേ ഒരു സ്കിന്നിൻ്റെ ടോണ് സെലക്ട് ചെയ്തിട്ട് അടുത്തുള്ള ഒരു പോർഷനിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ അമർത്തി പിടിച്ച് ഡ്രാഗ് ചെയ്യുക. കണ്ടോ? ഇപ്പോൾ കറക്റ്റ് സ്കിന്നിൻ്റെ അതേ ടോൺ തന്നെ നമുക്ക് കിട്ടി. ഒന്നുകൂടി സൈസ് കുറയ്ക്കുന്നു. ഓക്കെ. ഓക്കെ, ഇവിടെ ഇനി ഓക്കെ. ഓക്കെ, ഇവിടെ എല്ലാം മാറ്റി.
ഈ ഒരു മുടി വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, മാറി. ഇനി ഇത് ഇവിടെ ഒരു സ്കിന്നിന് ഒരു റോസ് കളർ, ഇവിടെ ഒരു ചെറിയൊരു പാച്ച് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രഷിൻ്റെ സൈസ് ഒന്നുകൂടി വലുതാക്കുന്നു. അടുത്തുള്ള ബ്രഷിൽ നിന്ന് അൾട്ട് അമർത്തി പിടിച്ച് സെലക്ട് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു. ഡ്രാഗ് ചെയ്തില്ലെങ്കിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്താലും മതി. ഇവിടെ ഒരു പോർഷനും അതുപോലെ ചെയ്യുന്നു. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഈ ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ നമ്മൾ എഡിറ്റ് ചെയ്ത് മാറ്റാൻ പാടില്ല. അത് മാറ്റിക്കഴിഞ്ഞാൽ മുഖത്തിൻ്റെ ഭാവം തന്നെ നമ്മൾ മാറിപ്പോകും. ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയാൻ പറ്റാതെ ആവും, ഒരു വൃത്തികേടാവും, ഒരു മുഖം കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. സോ അത് കീപ്പ് ചെയ്യുക. ഇവിടെ ഓക്കെ, ഓക്കെ ആയി. ഏറെക്കൂടെ എല്ലാ അടുത്തും ഓക്കെ ആയി. ഇവിടെ ചെറിയ 2 സ്പോട്ടും കൂടിയുണ്ട്. ഓക്കെ, ഒരു ലെയറും കൂടി ഞാൻ എടുക്കുകയാണ്. Ctrl+J. ഇനി അടുത്തത് നമ്മൾ ഇവിടുന്ന് ഫിൽറ്റർ ഓപ്പൺ ചെയ്യുക, ക്യാമറ റോ ഫിൽറ്റർ എടുക്കുക. ഇതൊരു നല്ലൊരു എക്സ്പോഷർ ഉള്ള ഒരു ഇമേജാണ്, അതുകൊണ്ട് നമ്മൾ ബാക്കിയൊന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ സ്കിൻ സോഫ്റ്റൻ ചെയ്യുന്നതിന് വേണ്ടി ഈ ക്ലാരിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ഷാർപ്പ്നെസ് കൂടും. കണ്ടോ, നമുക്ക് മൈനസ് ചെയ്യണം, അപ്പോൾ സ്കിൻ സ്മൂത്താവും. -100 ആയപ്പോഴത്തേക്കും ഭയങ്കരമായി സ്മൂത്തായി. നമുക്ക് അത്രത്തോളം സ്മൂത്ത് വേണ്ട. സ്കിന്നിൻ്റെ ആ ടെക്സ്ചർ നമ്മൾ പല ഇമേജിലും പലതായിരിക്കും, അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഒരു 50 വെച്ചു. ഓക്കെ, ഇവിടുത്തെ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടി, നന്നായിട്ട് ഓക്കെ കൊടുത്തു. ഇനി ചെയ്യേണ്ടത് നമുക്കൊരു ലെയർ മാസ്ക് എടുക്കണം, അത് ഇൻവേർട്ട് ചെയ്യണം. അതിനോടൊപ്പം ഒരു ഷോർട്ട് കട്ട് കീയാണ്, അൾട്ട് അമർത്തി പിടിച്ചുകൊണ്ട് ലെയർ മാസ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇൻവേർട്ടഡായി. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ബ്രഷ് ടൂൾ എടുക്കുക. ഇവിടെ ബ്ലാക്ക് ആണെങ്കിൽ ഫോർഗ്രൗണ്ട് വൈറ്റ് സെലക്ട് ചെയ്തിടുക. ഒപ്പാസിറ്റി ഞാൻ 100-95 ആക്കിയിട്ടുണ്ടായിരുന്നു. ഫ്ലോ ഒരു 84 കൊടുത്തു. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്ത് പരീക്ഷിച്ച് നോക്കുക. ഇനി നമുക്ക് ഈ ഒരു സ്കിന്നിൽ എവിടെയൊക്കെ സ്മൂത്താൻ വേണം അവിടെ നമ്മൾ ബ്രഷ് കൊണ്ട് പെയിൻറ്റ് ചെയ്യുക. നോക്കി നോക്കുക. അപ്പോൾ റിസൾട്ട് അറിയുന്നതിന് വേണ്ടി ഈ ഒരു ലെയർ ഞാൻ മാറ്റി നിർത്തുകയാണ്. കണ്ടോ, പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് മാറ്റം കണ്ടോ. നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്കൊന്നും പെയിൻറ്റ് ചെയ്യരുത്. നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഡീറ്റെയിൽ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ പെയിൻറ്റ് ചെയ്ത് ക്ലിയർ ആക്കുക, സ്മൂത്താക്കുക. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താലും മതി. നമ്മൾ ജ്വല്ലറിയിലൊന്നും ചെയ്യണ്ട, ബാക്കിയുള്ള ഭാഗം മാത്രം നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക, പെയിൻറ്റ് ചെയ്യുക. സൈസ് ഒന്ന് കുറയ്ക്കണം. ഇനി കണ്ണിൻ്റെ പുരികത്തിന് താഴെ ഈ ഭാഗങ്ങൾ ഓക്കെ.
ഓക്കെ, ഇതിപ്പോൾ നമ്മൾ സ്കിൻ സ്മൂത്തൻ ചെയ്തു. ഇത് നമ്മുടെ ഒറിജിനൽ ഇമേജ് കണ്ടോ, അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ മുടികളെല്ലാം മാറ്റി സ്മൂത്തൻ ചെയ്തു. ഇവിടെ നമ്മൾ നോക്കുക, കണ്ണിൻ്റെ ഷാർപ്പ്നെസ്, ചുണ്ട്, പല്ലുകൾ, ഇതിൻ്റെ ഷാർപ്പ്നെസ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അത് ഒറിജിനൽ ഇമേജിലുള്ളത് അതുപോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്തു. പക്ഷേ നമ്മുടെ സ്കിന്ന് നല്ലപോലെ സ്മൂത്തൻ ചെയ്തു. നമ്മുടെ ആ സ്മൂത്തന് നമുക്ക് എത്രത്തോളം വേണം എന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് സിമ്പിളല്ലേ, ഇത് ഒറിജിനൽ, ഇത് എഡിറ്റ് ചെയ്തത്. ഈ ഒരു ടെക്നിക്ക് വളരെ സിമ്പിളല്ലേ. നമുക്ക് ആവശ്യകരമായിട്ടുള്ള സ്കിന്നിൻ്റെ ഡീറ്റെയിൽസ് റീറ്റെയിൻ ചെയ്തുകൊണ്ട് സ്കിൻ സ്മൂത്തൻ ചെയ്യുന്ന ഈ ഒരു രീതി. അപ്പോൾ നിങ്ങളിത് ചെയ്ത് പഠിക്കുക. കുറേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 2-3 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നല്ലൊരു രീതിയിൽ ഡീറ്റെയിൽസ് റീറ്റെയിൻ ചെയ്ത് സ്കിൻ സ്മൂത്തൻ ചെയ്യാൻ നമുക്ക് പറ്റും. എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദി.